സാർ, താനെന്താ ഇവിടെ? എൻ്റെ ഒരു ബന്ധു ഇവിടെ കിടപ്പുണ്ട്, കാണാൻ വന്നാ. സാറെന്താ ഇവിടെ? താൻ ചെല്ല്. സാർ, ശരി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുത്തശ്ശ? വിജയേഷന് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വന്നാ. നിങ്ങളാരാ വിജയേഷിന്റെ? ഞാനൊരു പോലീസുകാരനാ, ഹെഡ് കോൺസ്റ്റബിൾ നാരായണൻ. കുറച്ചാളുമ്പ് പരിചയപ്പെട്ടതാ വിജയേഷനെ. വിജയേഷന് ആരും ഇല്ല എന്ന് കരുതി ചികിത്സയ്ക്ക് ഒരു കുറവും വരുത്തരുതെന്ന് അപേക്ഷിക്കാൻ വന്നാ ഞാൻ. കാശ് എത്ര വേണേലും ഞാൻ എങ്ങനെയും ഉണ്ടാക്കി തരാം. വിജയേഷനെ രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തിട്ട് എന്തിനാ? കൊല്ലാൻ തന്നെയല്ലേ ഉദ്ദേശം? പോലീസാന്ന് കരുതി നിങ്ങൾക്കൊക്കെ മനസ്സാക്ഷി പാടില്ലെന്നുണ്ടോ? മനസ്സിലായില്ല. മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യനെ ഇനിയും കൊത്തി നുറുക്കാനായിട്ട് എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ പാവം ചെയ്തത്? കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ശത്രുവല്ല, മിത്രമാണ്. വിജയേഷന് വേണ്ടപ്പെട്ട ആളാണ്. എന്നിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു മിത്രത്തെ കുറിച്ച്. അങ്ങനെ പറഞ്ഞറിയിക്കാൻ മാത്രമുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല. റിട്ടയർഡ് DGP കൃഷ്ണദാസ് സാർ പറഞ്ഞിട്ട് ഞാൻ 5-6 മാസം മുമ്പ് അമ്പലക്കരയിലുള്ള വിജയേഷന്റെ വീട്ടിൽ പോയിരുന്നു. നമസ്കാരം. എന്താ ഈ നേരത്തെ? സാറ് പറഞ്ഞയച്ചിട്ട് വന്നാ. എന്താ മേ? അച്ഛന് നമ്മളെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന്. എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞയച്ചത്. നീ എന്തൊന്നും പറയാത്തെ? അച്ഛനെ കാണാനും അച്ഛന്ന് വിളിക്കാനും ഏത് മക്കൾക്ക് അമ്മ കൊതിയില്ലാത്തത്? ഈ ഒരു നിമിഷത്തിനു വേണ്ടി ഞാൻ മുട്ടുവിളിക്കാത്ത അമ്പലങ്ങളില്ല അമ്മേ. അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഞാനിതൊന്നും പറയാത്തത്. ഇപ്പൊ തന്നെ പുറപ്പെടാല്ലേ, ഇനി ആ മനസ്സ് മാറണ്ട. എത്തിയോ? ഞങ്ങൾ അത്യാവശ്യം എറണാകുളം വരെ പോവാ. ഇതാ താക്കോല്. വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയാം. അതെ, മേശവലപ്പിൽ ഇത്തിരി കാശിരിപ്പുണ്ട്. ഞാനിവിടെ ഇല്ലാന്ന് കരുതി കൽമണ്ഡപത്തിന് പണി മുടങ്ങണ്ട. പിന്നെ ഒരു ക്രിമിനലിന്റെ കയ്യിലാണോ വീടിന്റെ താക്കോല് ഏൽപ്പിക്കുന്നത്? എന്ത് കഷ്ടം നോക്കി. ഒരിക്കൽ വാസോട്ടെ നാട് ഉറപ്പിച്ചിരുന്ന നക്സലൈറ്റ് ആയിരുന്നു എന്നുള്ളതൊക്കെ ശരിയാ. അതിന് കോടതി കൊടുത്ത 8 കൊല്ലം ശിക്ഷ അയാൾ അനുഭവിക്കുകയും ചെയ്തു. ഇനി നന്നാവാനുള്ള അവസരം കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാ. അതെങ്ങനെ? അതിന് നിങ്ങളെ പോലുള്ളവർ സമ്മതിക്കണ്ടേ? ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഒരു തെറ്റും ചെയ്യാത്ത ഈ വാസുവേട്ടനെ 3 വട്ടം ഞാൻ ജാമ്യത്തിലെടുത്ത്. നീ വർത്താനം പറഞ്ഞ സമയം കളയാതെ വണ്ടി കയറ്. വരട്ടെ വാസോട്ടെ. അല്ല, എന്താ ഇവിടെ? വരൂ, പറയാം. വാമേ. സാർ, സാർ, മോൻ വന്നിട്ടുണ്ട്. സന്തോഷമായ മോനെ? അച്ഛാ, എനിക്ക് കണക്കിന് 100-ൽ 100 മാർക്ക്. മിടുക്കൻ. അച്ഛാ, അച്ഛൻ എപ്പോഴാ എന്നെ അമ്മയും അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോവാ? വാ. എന്താ ഉണ്ടായേ? ഒന്നുമില്ലെന്നേ. 2 ദിവസം മുമ്പ് നെഞ്ചിനൊരു വേദന. ഇയാൾ തൂക്കിയെടുത്ത് ഇവിടെ എത്തിച്ചു. പരിശോധിച്ച ഡോക്ടർ ആ വേദനയ്ക്കൊരു പേര് വിട്ടു, ഹാർട്ട് അറ്റാക്ക്. ഇക്കാലത്ത് ഇതൊരു വലിയ അസുഖമൊന്നും അല്ലെന്നേ. നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യും. എന്നാലും ശ്രദ്ധിക്കണം സാർ. നീ എന്താ വിളിച്ചേ? സാറേന്നോ? വലുതായപ്പോ അച്ഛന്ന് വിളിക്കാൻ മടിയായോ? അല്ല, തെറ്റെന്റെ ഭാഗത്താ. ഒന്നല്ല, ഒരുപാട് തെറ്റുകൾ. ഭാര്യയുള്ള ഞാൻ മറ്റൊരു സ്ത്രീയെ സ്നേഹിച്ചത് തെറ്റ്. ഭാര്യയുണ്ടെന്നറിഞ്ഞപ്പോൾ സ്വയം ഒഴിഞ്ഞു പോയ നിന്റെ അമ്മയെ നിസ്സഹായാവസ്ഥയിൽ നോക്കി നിന്നത് മറ്റൊരു തെറ്റ്. ആ ബന്ധത്തിലുണ്ടായ മോനെ അകറ്റി നിർത്തിയത് അതിലും വലിയ തെറ്റ്.
കുഞ്ഞുനാളിലെ എന്നാ എന്നെയും അമ്മയും അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിന്റെ ചോദ്യത്തിന് ശേഷം ഞാൻ ദൂരെ നിന്നേ നിന്നെ കണ്ടിട്ടുള്ളൂ. പേടിയായിരുന്നു. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട പദവിയാണ് DGP എന്നുള്ള മിഥ്യാബോധം എന്നെ വല്ലാണ്ട് വീർപ്പ് മുട്ടിച്ചിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോ ശാരദ എന്നെ പിരിഞ്ഞു പോയതും എനിക്ക് വേറെ കുഞ്ഞു പിറക്കാതെ പോയതും ദൈവനിയോഗമായിരിക്കും. ഇപ്പോഴെന്തിനാ ഈ മനസ്സുമാറ്റമെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. വാ, ഇരിക്കെ. വാടാ. ഏതൊരാളും മരണത്തെ മുന്നിൽ കാണുമ്പോൾ ഒന്ന് പതറും. ഞാനും. എനിക്ക് അനന്തരാവകാശികളില്ലെന്ന് കരുതിയ ഈ സമൂഹത്തോട് എനിക്ക് വിളിച്ചു പറയണം. എന്റെ ചിതയ്ക്ക് കൊള്ളിവെക്കാനും എന്റെ അസ്ഥിത്രയെ വിളക്ക് വയ്ക്കാനും ആണ്ടുബലിയിടാനും എനിക്കൊരു മകനുണ്ടെന്ന്. മരണത്തെ എനിക്ക് ഭയമില്ല. എങ്കിലും ഒരു ദിവസത്തെ ആയുസ്സിനു വേണ്ടി ഞാൻ ഇന്നലെ ദൈവത്തിനോട് യാചിച്ചു. എന്റെ മോനോടും ലക്ഷ്മിയോടും ഒത്ത് കഴിയാൻ വേണ്ടി ഒരു ദിവസം. അച്ഛനെ വെറുക്കല്ലേടാ. എൻ്റെ അച്ഛനെ എനിക്ക് ഈശ്വരനേക്കാൾ സ്നേഹം, ദൈവത്തെക്കാൾ വലിയൊരാളെന്ന അച്ഛനെ കുറിച്ച് അമ്മ എന്നെ പഠിപ്പിച്ചേക്കണം. അച്ഛൻ്റെ അവസ്ഥയെല്ലാം അമ്മ പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ, തക്ക സമയത്ത് വക്കീലും എത്തിയല്ലോ. ഇത് അഡ്വക്കേറ്റ് രാജ്മോഹൻ, എൻ്റെ ലീഗൽ അഡ്വൈസർ. ഹലോ. ഇതെൻ്റെ ഒരേ ഒരു ബ്രദറിലോ സിറ്റി പോലീസ് കമ്മീഷണർ ദേവരാജൻ. ഇതെൻ്റെ മോനാ. വളരെ വൈകിയാണ് അറിഞ്ഞത്. നേരിട്ടൊന്ന് പരിചയപ്പെടാൻ കാത്തിരിക്കുകയായിരുന്നു. പേരെന്താ? വിജയ്, വിജയകൃഷ്ണൻ. എടോ, ഞാൻ എഴുതിയ വിൽപത്രം താൻ രജിസ്റ്റർ ചെയ്തോ? ഇല്ല, ഒരല്പം ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ഞാൻ നിന്നോട് അനുവാദം ചോദിക്കാതെ ഒരു വിൽപത്രം തയ്യാറാക്കി ഈ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ സ്വത്തിൻ്റെ അവകാശി ഇനി മുതൽ നീയാ. ഞാൻ സ്വത്ത് മോഹിച്ചല്ല അച്ഛൻ്റെ അടുത്തെത്തിയത്. എനിക്കെൻ്റെ അച്ഛനെ വല്ലപ്പോഴും നേരിട്ട് കാണാനുള്ള അനുവാദം മാത്രം മതി. വല്ലപ്പോഴും അല്ല, എന്നും കണ്ടോണ്ടിരിക്കാൻ. എനിക്ക് പാരമ്പര്യമായി കിട്ടിയ തറവാട്ടിൽ ഇന്നു മുതൽ നീ നിന്റെ അമ്മയും താമസിക്കണം, അല്ലേ? പിന്നെ അങ്ങനെയാണല്ലോ വേണ്ടത്. അച്ഛാ, അത് നീ എതിര് പറയരുത്. അച്ഛൻ കൂടെ ഉണ്ടെന്ന് തന്നെ കരുതിക്കോ. എനിക്കിവിടെ കൂട്ടിന് ഇയാൾ മതി. വർഷങ്ങളായിട്ട് ഈ പരിചരണം ശീലമായി, അല്ലേടോ? അതെ. ചെല്ലുമോനെ, അമ്മയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക്. നമസ്കാരം. സാറ് വിളിച്ച് പറഞ്ഞിരുന്നു കൊച്ചമ്മയും മോനും വരുമെന്ന്. ഇതാ താക്കോല്. വന്നാട്ടെ. വാമേ. ഇതാണ് അച്ഛൻ്റെ മുറി. ഇതൊക്കെ അമ്മേ? എല്ലാ വർഷവും നിന്റെ ഒരു ഫോട്ടോ നിന്റെ അച്ഛന് വലിയ നിർബന്ധമായിരുന്നു. എല്ലാ പിറന്നാളിനും ഞാൻ നിനക്ക് തരാറുള്ള സമ്മാനം നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കൊടുത്തയക്കുന്നതായിരുന്നു. ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഈ അച്ഛൻ്റെ കൂടെയുള്ള എത്രയോ വർഷങ്ങളല്ല അമ്മേ നമ്മൾ മിസ് ചെയ്തത്. ഇനിയുള്ള എൻ്റെ ആയുസിൻ്റെ പാതി ഈശ്വരൻ അച്ഛന് കൊടുത്തോട്ടെ. അത്രയും നാളെങ്കിലും എനിക്ക് എൻ്റെ അച്ഛനോടൊത്ത് കഴിയാലോ. മോനെ, അളിയനോ? എങ്ങനെയുണ്ട് ഇപ്പൊ? കുറച്ച് ആശ്വാസമുണ്ട്. ഞാനൊരു യാത്ര പറയാൻ വന്നതാ. അളിയൻ അങ്ങോട്ടാ? ഞാനല്ല, അളിയൻ. അതിന് ഞാനെങ്ങോട്ടും പോകുന്നില്ലല്ലോ. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ അളിയ.
കോടീശ്വരനായ അളിയനും പെങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ യോഗമില്ലാത്തത് കണ്ട് ഞാനിന്ന് സന്തോഷിച്ചു. നിങ്ങളുടെ കാലശേഷം അതൊക്കെ അനുഭവിക്കാൻ എനിക്കും മക്കൾക്കും മാത്രമാണല്ലോ യോഗമെന്നോർത്ത്. എന്റെ പെങ്ങൾ അകാലത്തിൽ മരിച്ചപ്പോഴും സന്തോഷം തോന്നി. ഈശ്വരാ, ഇനി ഒരാളുടെ മരണം കൂടി കഴിഞ്ഞാൽ മതിയല്ലോ എന്നോർത്ത്. അതിനുശേഷം ഞാൻ വല്ലാത്ത കണക്കൂട്ടലുകളിലായിരുന്നു. സിറ്റിയുടെ നടുക്കുള്ള അളിയന്റെ ഒരേക്കർ തറവാട്ട് പറമ്പിൽ ഞാൻ പണിതുയർത്താൻ പോകുന്ന സ്റ്റാർ ഹോട്ടലിന്റെ വിഷ്വലും മനസ്സിൽ കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഡാം കിട്ടിയത് പോലൊരു തള്ളയും പോലും. ഇപ്പൊ അറ്റാക്ക് അളിയനല്ല അളിയാ, എനിക്കാ. ഇനി ആ ബ്ലോക്ക് ഉടനെ മാറ്റിയില്ല ഞാൻ ചത്തുപോളിയാ. വേണമെങ്കിൽ എനിക്ക് ആ തള്ളേ മോനെ കൊല്ലാം. എന്തിനാ 2 കൊല ചെയ്ത് വെറുതെ പാവ ഏറ്റുവാങ്ങുന്നത്? ഇതാകുമ്പോ ഒരു പാവം മാത്രം തലയിൽ വെച്ചാൽ മതിയല്ലോ. ഇനി ഓക്സിജൻ കിട്ടാതെ അളിയൻ മരിച്ചു എന്ന പാപം എനിക്ക് വേണ്ട. ഒന്നുകളയും ഞാൻ. താനൊന്നും കണ്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടുമില്ല. ഇത് പുറം ലോകം അറിഞ്ഞാൽ താനായിരിക്കും ഇത് ചെയ്തത്. പിന്നെ തന്റെ ഭാര്യയും 4 പെൺകുട്ടികളും താമസിക്കുന്ന വീട് കേരള പോലീസിന് കയറി നിരങ്ങാനുള്ള സത്രമായിരിക്കും. മനസ്സിലായോ? നോർമൽ ഡെത്ത്. അമ്മേ, ദേ അച്ഛൻ വന്നു. അതെന്റെ അമ്മയാ. നീ ആരാ സാർ? എന്നെ മനസ്സിലായില്ലേ? എന്നെ പരിചയപ്പെടുത്തിയതല്ലേ? എന്റെ അച്ഛനാത്. അച്ഛനോ? ആരുടെ അച്ഛൻ? ഞങ്ങളറിയാത്തൊരു മോനോ? ഇറങ്ങി പോടാ അവിടുന്ന്. പിടിച്ചു പോട്ടാക്കവനെ. എന്നാൽ അച്ഛനൊന്ന് കാണാൻ പോലും ഞങ്ങളെ സമ്മതിച്ചില്ല നാരായണേട്ട. കൃഷ്ണദാസ് സാർ നിങ്ങൾക്ക് തന്ന തറവാട്ടിൽ നിന്ന് നിങ്ങളെ അവർക്ക് ബലമായിട്ട് ഒഴിപ്പിക്കാൻ സാധിച്ചത് പോലീസ് ഫോഴ്സിന്റെ പിൻബലമുള്ളതുകൊണ്ടാണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിലെടുത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഈ കേസിൽ നിങ്ങൾ വിജയിക്കും. സ്വത്തുവകകൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും. സ്വത്തിനേക്കാളൊക്കെ എനിക്ക് വലുത് എൻ്റെ അച്ഛനായിരുന്നു. എൻ്റെ അച്ഛനാണ് റിട്ടയർഡ് DGP കൃഷ്ണദാസ് എന്ന് അറിയിക്കാൻ എനിക്ക് സാറിൻ്റെ കയ്യിലിരിക്കുന്ന വിൽപത്രം മാത്രമേ തെളിവായിട്ടുള്ളൂ. മാത്യൂസ്, ഒന്നും വരൂ. എന്തായാലും
ഞാനിനി രണ്ടിലൊന്നും അറിഞ്ഞിട്ട് നാട്ടിലേക്കുള്ളൂ. തൽക്കാലം ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. അമ്മയിപ്പോ അവിടെയാ. സർ. ആ, മാത്യു വർഗീസ് എൻ്റെ ജൂനിയറാ, മിടുക്കണ. ഈ കേസ് മാത്യു അറ്റൻഡ് ചെയ്തോളൂ. ഞാൻ ചിലപ്പോൾ ഓട്ടോ സ്റ്റേഷനായിരിക്കും, അതുകൊണ്ടാ. അല്ല അത് സാർ. പേടിക്കണ്ടടോ, ഈ കേസ് ഒരു അഡ്വക്കേറ്റും പ്രസന്റ് ചെയ്തില്ലെങ്കിലും താൻ ജയിക്കും. സോളിഡ് പ്രൂഫ് അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. ദൈവസാക്ഷിയായി കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. മരണമടഞ്ഞ റിട്ടയർഡ് DGP കൃഷ്ണദാസിന്റെ പേരിൽ എറണാകുളം സിറ്റിയിലുള്ള ബംഗ്ലാവിൽ നിന്നും എന്റെ കക്ഷികളായ രാജലക്ഷ്മിയെയും മകൻ വിജയകൃഷ്ണനെയും പോലീസ് ബലമായി ഒഴിപ്പിക്കുകയായിരുന്നു എന്നത് സത്യമല്ലേ? അതെ. എന്തിനാണ് അവരെ ബലമായിട്ട് ഒഴിപ്പിച്ചത്? പൂട്ടിക്കിടന്ന ആ തറവാട്ടിൽ അനധികൃതമായി കയറി താമസിച്ചതുകൊണ്ട്. അനധികൃതമായിട്ടാണ് അവർ താമസിച്ചതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ കൃഷ്ണദാസ് എന്റെ സഹോദരിയുടെ ഭർത്താവാണ്. അപ്പൊ നിങ്ങളുടെ സഹോദരിയാണോ കൃഷ്ണദാസിന്റെ ആദ്യ ഭാര്യ? ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. താങ്ക് യു യുവർ ഓണർ. കൃഷ്ണദാസിന്റെ ആദ്യ ഭാര്യ എന്നുള്ള പരാമർശം തെറ്റാണ്. കൃഷ്ണദാസിന് ഒരു ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ നിൽക്കുന്ന എന്റെ കക്ഷിയും സിറ്റി പോലീസ് കമ്മീഷണറുമായ ദേവരാജന്റെ സഹോദരിയാണ്. കൃഷ്ണദാസിന്റെ സ്വത്തിന് അവകാശം ഉന്നയിച്ചിട്ടുള്ള രാജലക്ഷ്മിയെ വിസ്തരിക്കുവാൻ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. പ്രൊസീഡ്. റിട്ടയർഡ് DGP കൃഷ്ണദാസിന്റെ സ്വത്തിനു വേണ്ടി അവകാശം ഉന്നയിച്ചിട്ടുള്ള നിങ്ങൾ കൃഷ്ണദാസിന്റെ ഭാര്യയാണോ? അതെ. നിങ്ങൾ തമ്മിലുള്ള വിവാഹം എവിടെ വെച്ചാണ് നടന്നത്? ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചാണോ? അല്ല. ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ? അല്ല. രജിസ്റ്റർഡ് മാരേജ് ആയിരുന്നോ? അപ്പോ നിങ്ങൾ കൃഷ്ണദാസിന്റെ കീപ്പായിരുന്നോ? ഐ മീൻ വെപ്പാട്ടി? ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. താങ്ക് യു യുവർ ഓണർ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. പിന്നെ എന്ത് ബന്ധമാണ് കൃഷ്ണദാസനും നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്നത്? ഞാൻ പ്രസവിച്ച എന്റെ മോൻ വിജയകൃഷ്ണന്റെ അച്ഛനാണ് കൃഷ്ണദാസ്. കൃഷ്ണദാസിന്റെ മകനാണ് വിജയകൃഷ്ണൻ എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട വിൽപത്രത്തിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിൽപത്രം എവിടെ? സാറല്ലേ ആ വിൽപത്രം തയ്യാറാക്കിയത്? എല്ലാം സാറിന് അറിയാലോ. ഗുഡ് ആൻസർ. കുറ്റം ഡിഫൻസ് ലോയർക്ക്. ആ വിൽപത്രം അല്ലാതെ മറ്റൊരു തെളിവും എന്റെ കയ്യിലില്ല. യുവർ ഓണർ, റിട്ടയർഡ് DGP കൃഷ്ണദാസിനെ അപകീർത്തിപ്പെടുത്താൻ വാദിഭാഗം മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണ് കൃഷ്ണദാസുമായിട്ടുള്ള രാജലക്ഷ്മിയുടെ ബന്ധമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്താൻ DYSP കോശയെ വിസ്തരിക്കുവാൻ അനുമതി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രൊസീഡ്. ഈ കേസിലെ വാദി ഈ നിൽക്കുന്ന രാജലക്ഷ്മിയെ നിങ്ങൾക്കറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ലോഡ്ജ് റെയ്ഡ് ചെയ്തപ്പോൾ പിടിക്കപ്പെട്ട സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇവരും ഉണ്ടായിരുന്നു. കേസ് ചാർജ് ചെയ്യരുതെന്ന് പറഞ്ഞ് എന്റെ കാല് പിടിച്ചപ്പോ ഞാൻ ഇവരെ വെറുതെ വിട്ടു. പിന്നീട് കുറച്ചുകാലം ഇവരെന്റെ കൂടെ ആയിരുന്നു. സൈലൻസ്, സൈലൻസ്. പിന്നീട് മറ്റു പലരുമായിട്ട് ഇവർക്ക് ഇടപാടുണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ തന്ത്രപൂർവ്വം ഇവരെ കൈയൊഴിഞ്ഞു. അട്ടയെ പിടിച്ച് മെത്തെ കിടത്തിയ കിടക്കുവോ വക്കീലേ? അതിനുശേഷം നിങ്ങൾ ഇവരെ കണ്ടിരുന്നോ? ഒരിക്കലൊരു കൈക്കുഞ്ഞുമായിട്ട് ഇവരെന്റെ വീട്ടിൽ വന്നു. ആ കുഞ്ഞ് എന്റെ മകനാണെന്ന് ഇവർ വാദിച്ചു. അത് നിങ്ങളുടെ കുട്ടിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു? പിന്നെ ഈ വർഷവും സമയമൊക്കെ വെച്ച് നോക്കുമ്പോ അത് എന്റെ തന്നെ ആകാനാ സാധ്യത. വിജേഷൻ എന്ന ആ കുഞ്ഞിന് പേരിട്ടത് ഞാനാ. എന്നിട്ട് മാനവും മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം എന്റേത്. വിവരങ്ങൾ പുറത്തറിയിക്കാതിരിക്കാൻ എല്ലാ മാസവും ഒരു തുക ചെലവിനായി കൊടുക്കാറുണ്ട്. യുവർ ഓണർ, ഇതുപോലെ പലരിൽ നിന്നും ഈ രാജലക്ഷ്മി പണം തട്ടിയെടുത്തതായി തെളിവുകളുണ്ട്. മാനക്കേട് കരുതി പലരും അത് പുറത്തു പറയുന്നില്ലെന്ന് മാത്രം. റിട്ടയർഡ് DGP കൃഷ്ണദാസിന് സംഭവിച്ചതും അത് തന്നെയാണ്.
ഇത്തരത്തിൽ കൃഷ്ണദാസനെയും രാജലക്ഷ്മി പല തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മാനസിക പീഡനത്തിൽപ്പെട്ടാകാം അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചതും മരണപ്പെട്ടതും എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. പണത്തിനു വേണ്ടി സമൂഹത്തിലെ ഏതൊരു മാന്യ വ്യക്തിയെയും കരുതേച്ച് കാണിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഇതുപോലെയുള്ള അഭിസാരികൾക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുത്ത് ഇനിയെങ്കിലും കൃഷ്ണദാസനെ പോലെയുള്ള മാന്യന്മാർക്ക് സംരക്ഷണം നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അമ്മേ, നിന്റെ സാറിനോട് പറഞ്ഞേക്ക്, ഈ വിൽപത്രം വെച്ച് ഞാൻ എല്ലാത്തിനും അഴിയണിക്കുന്നു. ഇനി നമുക്ക് ആരുടെ മുമ്പിലും തലവണിക്കേണ്ടി വരില്ലമ്മേ. ആ വിൽപത്രം എനിക്ക് കിട്ടി. അത് വെച്ച് നമുക്ക് എല്ലാം കോടതിയിൽ തെളിയിക്കാമേ. എന്താ എന്താമേ? നീ എന്റെ ഓഫീസിൽ വന്ന് ഒരു അതിബുദ്ധി കാണിച്ചു എന്നറിഞ്ഞു. അവിടെ നിന്ന് ആ വിൽപത്രം നഷ്ടപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ലേ. അതുകൊണ്ട് അത് മേടിച്ച് കമ്മീഷണർ സാറിനെ ഏൽപ്പിക്കാവുന്നതാ ഞാൻ. അതിബുദ്ധി ആപത്തെന്ന കാര്യം നിന്റെ അമ്മ പഠിപ്പിച്ചിട്ടില്ലേ? ഓ, അതിനൊക്കെ ഇവർക്ക് എവിടെയാ നേരം? എനിക്കും ഇല്ല നേരം. ആ വിൽപത്രം തന്നേക്ക. ഇല്ല, ഞാനത് തരില്ല. നിർത്ത് സാറേ. വിൽപത്രം സാറിന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിന്റെ തള്ളയെ ഞങ്ങൾ ജീവനോടെ കത്തിക്കും. ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? നിങ്ങൾക്ക് മനസ്സാക്ഷിയല്ലേ? എടാ, ഈ സാറ് ഞങ്ങൾക്ക് കാശ് വാരിക്കോരി തരുമ്പോ ഞങ്ങളുടെ മനസ്സാക്ഷിയൊക്കെ ആ കാൽക്കൽ വെച്ചിരിക്കാം. വെറും എസ് ഐ ആയിരുന്നു എന്നെ DYSP ആക്കിയത് എന്റെ തന്തയല്ല, ഈ സാറാ. എന്നാ സമയം കളയാതെ ഇവളെ കത്തിച്ചേക്കല്ലേ? അയ്യോ വേണ്ട, ഞാൻ തരാം. എന്റെ അമ്മയൊന്നും ചെയ്യരുത്. കുട്ടിയെ തരാന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എടുത്തോ, എടുത്തോ. നിങ്ങൾക്ക് ഏറ്റവും ബഹുമാനമുണ്ടായിരുന്ന കൃഷ്ണദാസ് സാറിന്റെ കൊലപാതകം നേരിൽ കണ്ടിട്ടും ഒരു പോലീസുകാരനായിട്ട് പോലും എന്തുകൊണ്ട് നിങ്ങളത് മറ്റാരെ അറിയിച്ചില്ല? ആ കുറ്റബോധം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചത്. അന്ന് ആരും അറിയാതെ 3 മാസത്തോളം എൻ്റെ തറവാട്ടിൽ കൊണ്ടുപോയി ഞാൻ അവനെ ചികിത്സിച്ച് സുഖപ്പെടുത്തി. ആ കാലയളവ് മുഴുവൻ വിജേഷിൻ്റെ മനസ്സിൽ പക മാത്രമായിരുന്നു, ഒടുങ്ങാത്ത പക. ഒരു ദിവസം നേരം പുറന്നപ്പോൾ അവനെ എൻ്റെ വീട്ടിൽ കണ്ടില്ല. പ്രതികാരത്തിന് ശ്രമിച്ച അവനെ ദൈവം പോലും കൈവിട്ടു. അവൻ്റെ മനസ്സിൽ നന്മ മാത്രമേ ഉള്ളൂ. നല്ലവനായ അവൻ്റെ ജീവൻ അങ്ങ് രക്ഷിക്കണം. അതിനുവേണ്ടി ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു.